എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കല്യാണത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷവുമായാണ് വന്നേക്കണത്. അപ്പോൾ ഇന്നും ഇത്താത്താടെ വീട്ടിൽ വെച്ചാണ് ഫംഗ്ഷൻ. ഇന്ന് ശനിയാഴ്ച വൈകിട്ട് ഇപ്പോൾ ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. വാപ്പിച്ചും ഉമ്മച്ചിയുടെയും കൂടെയാണ് ഞങ്ങൾ പോണത്. അപ്പോൾ നമുക്കിനി സമയം കളയേണ്ട, വേഗം തന്നെ പോകാം. ഇന്ന് അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് അറിയണ്ടേ. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ നമുക്കിനി സമയം കളയണ്ട, വേഗം തന്നെ പോകാം. അങ്ങനെ ദേ അവർ വന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോവുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അനസ്, ഷീനു എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇത്തിരി ലേറ്റായിട്ടുണ്ട്, 6 മണി 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊന്നും കാണിക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്തിയപ്പോൾ തന്നെ ഇന്നിപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകളൊന്നുമില്ല, ഇന്നും നമ്മൾ വീട്ടുകാരൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കൂടുതലായിട്ട് അയൽവക്കക്കാരൊക്കെ ഉണ്ടാവും, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഇതേ വീടിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. എത്തിയപ്പോൾ തന്നെ അതേ അകത്തൊക്കെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ബന്ധുക്കളൊക്കെ തന്നെയാണ്, കാക്കനാടിൽ നിന്ന് വന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. പിന്നെ അവിടുത്തെ ആൾക്കാരും ഒക്കെ ഉണ്ട്, പിന്നെ നാട്ടുകാരും എല്ലാവരും ഉണ്ട്. ഒരുപാട് നാട്ടുകാരൊന്നുമില്ല, അവരെയൊക്കെ നമ്മൾ ഞായറാഴ്ചത്തെ ഫംഗ്ഷനാണ് വിളിച്ചേക്കണത്. അപ്പോൾ തൊട്ടടുത്തുള്ള അയൽവക്കക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കുറേ നേരം വർത്താനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറ്, ബീഫ് കറി, പരിപ്പ് കറി, കച്ചമ്പറ്, അച്ചാർ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വേഗം തന്നെ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇന്നും പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. പക്ഷേ എങ്കിൽ പയ്യൻ സ്റ്റേജിലൊക്കെ ഉണ്ട്, അവൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിൽപ്പുണ്ട്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ ഫംഗ്ഷൻ അതൊന്നും അല്ല കേട്ടോ. ഇതേ കണ്ട പയ്യൻ നിൽക്കണ കണ്ട. അപ്പോൾ യഥാർത്ഥ ഫംഗ്ഷൻ ഇവൻ്റെ കൂട്ടുകാരൊക്കെ കൂടി നടത്തുന്ന DJ പരിപാടിയാണ്. അപ്പോൾ അതിനു വേണ്ടി അവൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പോയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ പടക്കവും മത്താപ്പും ഒക്കെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ വന്നൊരു എൻട്രി ആണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത്. Remember when you wanted this naivety was all you wanted. Stone it down, you would do it like what you know. And you're like talking about the drugs and gave it head and dose. Babies enjoying his women left, right, this center. Maybe this time to be fighting curtains on this winter. Babies with my knees down on my family roots, harder against for them, marriage set for them high. It's like you know nothing, just fall even till then you look like who you could have caught a gun, but I ain't put no gun.
അപ്പോൾ ഇതേ ഫുഡടി എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ചെയറിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഈ ഡാൻസൊക്കെ കണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ പിള്ളേരും എല്ലാവരും കൂടിയിട്ടുണ്ട് കേട്ടോ ഡാൻസ് കളിക്കാനായിട്ട്. അപ്പോൾ ഈ ലൈറ്റും പാട്ടും എല്ലാം കൊണ്ടും നല്ല അടിപൊളി തന്നെയായിരുന്നു കേട്ടോ പരിപാടി. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഇത്താത്താമാരെ പിള്ളേരാണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ എടുത്തെടുത്തൊന്നും ഓരോരുത്തരെ പരിചയപ്പെടുത്തണമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഡാൻസൊക്കെ കളിഞ്ഞിങ്ങനെ തളർന്ന് ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളെന്ന ഓപ്ഷൻ കൂടി കൊടുക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഡാൻസിൻ്റെ ഇടയിൽ ഇടയ്ക്ക് പിള്ളേർ ഫുഡ് കഴിക്കാനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ബ്രേക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം വീണ്ടും ഡാൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ ചിലവർ പിന്നെയും കൂടും, ചിലവർ കുറയും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം ഉണ്ടായിരുന്നിട്ടാ ഈ പ്രോഗ്രാം. ഇങ്ങനെ പാട്ടുകൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ മുസ്ലിം കല്യാണത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ചടങ്ങുകളൊന്നും ഇല്ലാത്ത ഒരു വെറൈറ്റി ഒരു ആഘോഷം തന്നെയായിരുന്നു കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഫാമിലീസിൽ എല്ലാവർക്കും വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല. കൂടുതലും പിള്ളേർക്കായിരുന്നു കേട്ടോ ഇന്നത്തെ റോള്. അതുകൊണ്ട് തന്നെ മുതിർന്നവരൊക്കെ വെറുതെ കാണികളെ പോലെ ഇങ്ങനെ നോക്കി നിൽക്കണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അവരൊക്കെ ഫോട്ടോസ് എടുക്കാനും മറ്റേതിനൊക്കെ ആയിട്ട് അവരൊക്കെ ഉണ്ടായിരുന്നേ. ഐഷായും പാത്തും റഹീം എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഡാൻസ് കളിക്കാനായിട്ട്. അങ്ങനെ ഏകദേശം ഒരു 11 മണി 11:30 ആയപ്പോഴായിരുന്നു കേട്ടോ ഡാൻസൊക്കെ അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ എല്ലാവർക്കും ചായ കൊടുക്കലും പലഹാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അയൽവക്കക്കാരും അങ്ങനെ കുറച്ച് പേര് ദൂരമുള്ളവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തൊട്ടടുത്ത വീട്ടുകാർ മാത്രമേ പരിപാടി ലാസ്റ്റ് വരെയൊക്കെ കാണാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരുന്ന് പരിപാടി കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ, പിള്ളേരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ കൂടുതലും ഇങ്ങനെ സ്ത്രീകൾക്കും പിന്നെ കുട്ടികൾക്കൊക്കെ ആണല്ലോ ഇങ്ങനെയുള്ള പരിപാടികൾ കാണാനൊക്കെ കൂടുതലും താല്പര്യം. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഒരുപാട് ലേറ്റായിട്ടുണ്ട് എങ്കിൽ പോലും പിള്ളേരൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കണ കാരണം പിന്നെ ഞങ്ങളും പോകാനായിട്ട് ഇങ്ങനെ ലേറ്റായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ പരിപാടിയൊക്കെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിനിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ ഈ നിൽക്കുന്നത് മൂത്താപ്പ മൂത്തുമ്മ അവരൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഫാമിലീസിലുള്ള എല്ലാവരും പരിപാടി കാണാനായിട്ട് ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ കല്യാണ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി പുതിയ കല്യാണ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.